നമസ്കാരം. സംഭ്രമജനകമായിട്ടുള്ള വാർത്തകളാണ് അമേരിക്കയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ താരിഫ് ഉയർത്തുകയും അതുപോലെ തന്നെ വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്ന വാർത്തയല്ല. അതിൻ്റെ പിന്നാമ്പുറത്ത് ചില കഥകൾ ഇങ്ങനെ പ്രചരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ താരിഫ് പ്രഖ്യാപിക്കുന്നത്, അതായത് ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉയർന്ന താരിഫ് പ്രഖ്യാപിക്കുന്നതിന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരാശയം, ഒരു മുദ്രാവാക്യമാണ് അദ്ദേഹം ഉയർത്തിയത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അല്ലെങ്കിൽ മാഗ. അമേരിക്കയെ വീണ്ടും ഒന്നാം നിരയിലേക്ക് അതിശക്തമായൊരു രാജ്യമാക്കി മാറ്റുക, മറ്റ് രാജ്യങ്ങളെല്ലാം ചൊൽപ്പടിക്ക് നിർത്തുക എന്നുള്ളൊരു രീതിയിലാണ് ഈ വളരെ മനോഭാവത്തോടുകൂടി ഈ പകരം തീരുക എന്ന് പറയുന്ന സംഗതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചൈനയ്ക്കെതിരെ 145% താരിഫ് ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന കാര്യം നടന്നിരിക്കുന്നത് എവിടെയാണ്? അതാണിപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഈ ചിക്കാഗോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏപ്രിൽ 3 ട്രംപിൻ്റെ കുടുംബത്തിന് $3800 കോടി നിക്ഷേപം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഏപ്രിൽ 3, അതായത് ആ തീയതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏപ്രിൽ 2 ട്രംപ് ഈ താരിഫ് മറ്റ് രാജ്യങ്ങൾക്കെതിരെ വലിയ തോതിൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തൻ്റെ ഒരു വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നത്. അന്ന് ഏപ്രിൽ 3 ട്രംപിൻ്റെ മരുമകൻ ജേഡ് കുഷ്നർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നിയന്ത്രിക്കുന്ന ഒരു ഫണ്ടുണ്ട്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിലൊക്കെ നിക്ഷേപിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പേര് അഫിനിറ്റി ഫണ്ട് എന്നാണ്. ഈ അഫിനിറ്റി ഫണ്ട് എന്ന് പറയുന്ന സ്ഥാപനം ഈ ഏപ്രിൽ 3 ആപ്പിളിൻ്റെയും ടെസ്ല എന്നീ 2 കമ്പനികളുടെ ഓഹരികളിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തിയത് വഴി $570 കോടി ലാഭമുണ്ടാക്കി എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന കാര്യം മനസ്സിലാക്കി അതനുസരിച്ച് ഓഹരികളിൽ നിക്ഷേപം നടത്തി നേട്ടമുണ്ടാക്കുന്ന ഒരു രീതി. അപ്പോൾ പണ്ട് നമ്മൾ കമ്പനികളിലൊക്കെ പറയും, കമ്പനിയുടെ അകത്ത് നിന്ന് ചില വിവരങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ഓഹരി വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതി, ഇൻസൈഡർ ട്രേഡിംഗ് എന്നൊക്കെയാണ് അതിന് സാങ്കേതികമായി പറയുന്നത്. അതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇന്ന ദിവസം ഇന്ന രീതിയിൽ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ മുൻകൂട്ടി ഈ തൻ്റെ കൂട്ടാളികൾക്ക്, കുടുംബക്കാർക്ക്, മരുമകൻ നിയന്ത്രിക്കുന്ന കമ്പനിക്കൊക്കെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഷോർട്ട് സെല്ലിംഗ് വഴി $570 കോടി ലാഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഷോർട്ട് സെല്ലിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഓഹരി ഇല്ലാതെ, ഒരു ഓഹരി പോലും ഇല്ലാതെ തന്നെ നമ്മൾ വിൽക്കുന്ന ഒരു രീതിയാണ് ഷോർട്ട് സെല്ലിംഗ്. എന്നിട്ട് സെറ്റിൽമെൻറ്റ് ഏതാനും ദിവസങ്ങൾക്ക് ഇത് സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പ് ഈ ഇത്തരത്തിൽ താരിഫും മറ്റും ഉയർത്തുന്ന സമയത്ത് ഈ കമ്പനികളുടെ ഓഹരി മൂല്യം ഇടിയുന്നു. അപ്പം ഉയർന്ന വിലയ്ക്ക് വിറ്റിട്ട് താഴ്ന്ന വിലയ്ക്ക് വാങ്ങി അത് കൈമാറ്റം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പൊതുവെ ലളിതമായി പറഞ്ഞാൽ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ആ ഷോർട്ട് സെല്ലിംഗ് വഴി, അതായത് മുൻകൂട്ടി അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ നിന്നുള്ള നീക്കങ്ങൾ എല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് നിക്ഷേപം നടത്തി ലാഭം കൊയ്തു കൊണ്ടുപോകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമേരിക്കയെ പോലുള്ള രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, നമുക്കറിയാം പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്നത് ഒന്നാന്തരം കച്ചവടക്കാരനാണ്, ഒന്നാന്തരം കോർപ്പറേറ്റ് ബിസിനസ്സുകാരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതും ഉപദേശികളും സഹായികളും ഒക്കെ ആയിട്ടുള്ളത്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് ട്രംപും ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണം, ഓവൽ ഓഫീസിൽ ഇരുന്നു കൊണ്ടുള്ള ആ ഭരണത്തെ പോലും ഒരു ബിസിനസ്സായി കണ്ട് ഉപയോഗപ്പെടുത്തുകയാണ്. ഇനി ഈ പറഞ്ഞ ഷോർട്ട് സെല്ലിംഗ് വഴി നടത്തിയ ഈ പണം ഉണ്ടല്ലേ, ഈ $570 കോടി ലാഭം ഉണ്ടാക്കിയത്, അത് അമേരിക്കയിലെ ബാങ്കുകളിലോ കമ്പനികളിലോ അല്ല ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇത് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനി വഴി ദുബായ് ഡിജിറ്റൽ ഗോൾഡ് എക്സ്ചേഞ്ചിലേക്ക് ഈ $570 കോടി അവർ മാറ്റിയിരിക്കുകയാണ്.
അപ്പോൾ അമേരിക്കയിൽ നിന്ന് പോലും അത് വളരെ തന്ത്രപരമായൊരു നീക്കമുള്ളൂ. ഒരു പക്ഷേ അമേരിക്കയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ പണം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളൊരു ഗൂഢോദ്ദേശമൊക്കെ ആയിരിക്കാം. ഏതായാലും ആ പണം ദുബായിലെ ഡിജിറ്റൽ ഗോൾഡ് എക്സ്ചേഞ്ചിലേക്കാണ് അവർ ഈ ഒരു ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിലെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനി വഴി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്ന അമേരിക്കയുടെ നന്നാക്കലാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപിൻ്റെയും കുടുംബത്തിൻ്റെയും നന്നാകലാണ് ഈ മാഗ എന്ന് പറയുന്നത് വ്യക്തമാണ്. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതിയാണ് ട്രംപ് രാജ്യങ്ങൾക്ക് മേൽ ഈ അമിത തീരുവ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭം കൊയ്യുന്നു. അതായത് രാജ്യം തീരുമാനമെടുക്കുന്ന വളരെ പരമപ്രധാനമായിട്ടുള്ള രഹസ്യമായ തീരുമാനങ്ങൾ പോലും, വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിലെ തീരുമാനങ്ങൾ പോലും മരുമക്കൾക്കും കുടുംബക്കാർക്കൊക്കെ കിട്ടുന്നു. അവരതനുസരിച്ച് ഓഹരി വാങ്ങുന്നു, വിൽക്കുന്നു, ഇതൊക്കെ ചെയ്ത് നേട്ടം ഉണ്ടാക്കുന്നു. അപ്പോൾ എത്രയോ ഭീകരനാണ് ഈ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്ന ആളെന്ന് ആലോചിച്ച് നോക്കി. ലോക ചരിത്രത്തിൽ ഒരാൾ പോലും ഇങ്ങനെ ആ ഓഫീസിലിരുന്നുകൊണ്ട്, അധികാര സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ ബിസിനസ് ഈ രീതിയിൽ ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. അഴിമതികളും മറ്റു കാര്യങ്ങളും ഒക്കെ പലതുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് ഈ രഹസ്യങ്ങൾ, ഈ തീരുമാനങ്ങൾ നേരത്തെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് കുടുംബക്കാരെ കൊണ്ട് ഓഹരികൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്ത് കോടാനുകോടി ഡോളറിൻ്റെ നേട്ടം ഉണ്ടാക്കുകയാണ്. ഇനി ഇത് ട്രംപിനും മരുമകനും കുടുംബത്തിനും മാത്രമല്ല നേട്ടം ഉണ്ടാവുന്നത്, കൂട്ടാളികൾക്കും വലിയ നേട്ടം കിട്ടിയെന്നാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഈ ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ ഈ ഉയർന്ന തീരുവ ചുമത്തിയിരിക്കുന്നത് 90 ദിവസത്തേക്ക് പ്രസിഡന്റ് ട്രംപ് മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ തീരുമാനം വന്നതോടുകൂടി എലോൺ മസ്കിൻ്റെ അതുപോലെ തന്നെ മാർക്ക് സുക്കർബർഗിൻ്റെ ഒക്കെ ഷെയർസിൽ വലിയ തോതിൽ ഇടിവുണ്ടായി. എന്നാൽ 90 ദിവസത്തെ ഈ മരവിപ്പ് പ്രഖ്യാപനം വന്നതോടുകൂടി എലോൺ മസ്കിന് അധികമായൊരു $3600 കോടി, മാർക്ക് സുക്കർബർഗിന് $2600 കോടി വലിയ നേട്ടം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെൻറ്, ഒരു പ്രസിഡന്റ്, ആ പ്രസിഡന്റ് തൻ്റെ ഓഫീസിനെ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു രീതിയിലേക്കും, അതും എവിടെ, ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലോ മറ്റേതെങ്കിലും പിന്നെ ദരിദ്ര രാജ്യങ്ങളിലോ ഒന്നുമല്ല, ലോകത്തെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള സമ്പന്ന രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുകൊണ്ടാണ് ട്രംപ് ഈ വൃത്തികെട്ട കളികൾ മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ ട്രംപിൻ്റെ ഗുരുക്കന്മാരായിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണ്? മറ്റാരുമല്ല, നമ്മുടെ മോഡിയും അമിത്ഷയൊക്കെയാണ്. അവരെന്താ ചെയ്തേ? 2016 നവംബർ മാസം 8-ാം തീയതി രാത്രി ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചു. 500-ൻ്റെ 1000-ൻ്റെ നോട്ട് നിരോധിച്ചു. ആ നോട്ട് നിരോധനം എല്ലാവരും വിചാരിച്ചു കള്ളപ്പണം തടയാൻ വേണ്ടിയിട്ടാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം തടയുന്നതിന് വേണ്ടിയാണ്, ഇനി ഒരു തരത്തിലുള്ള ₹1 കള്ളപ്പണ ഇടപാട് നടക്കില്ല എന്നൊക്കെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ഇങ്ങനെ ഘോരം ഉദ്ഘോഷിച്ചിരുന്നു. വലിയൊരു തീരുമാനമാണ്, ഇത്രയും ചരിത്രപരമായൊരു തീരുമാനം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച്. വാസ്തവത്തിൽ അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു? ഈ മോഡി അടക്കമുള്ള ആളുകൾക്ക്, അവരുടെ അടുപ്പക്കാർക്ക് ഈ വിവരങ്ങൾ നേരത്തെ കിട്ടിയുണ്ടായി. അവരതെല്ലാം അവരുടെ പണം മാറ്റിയെടുക്കുന്നതിനും ബാങ്കുകളിൽ കൊണ്ടുപോകുന്ന ആ രീതിയിലേക്ക് അവർ നേരത്തെ തന്നെ നീക്കം നടത്തിയുണ്ടായി. അതുപോലെ തന്നെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം വെളുപ്പിക്കാൻ മാറ്റിയെടുക്കാൻ കഴിയാതിരുന്ന നോട്ടുകൾ, കോടാനുകോടി രൂപയുടെ നോട്ടുകൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സഹകരണ ബാങ്കുകൾ വഴിയും ന്യൂ ജനറേഷൻ ബാങ്കുകൾ വഴിയൊക്കെ ആയിരക്കണക്കിന് കോടി രൂപ മാറ്റിയെടുത്തത് നമുക്കറിയാം. ഒരു വർത്തമാനം നമുക്ക് കേൾക്കുന്നതെന്ന് വെച്ചാൽ വിദേശത്തുനിന്ന് പോലും 2000-ൻ്റെ നോട്ട് അച്ചടിച്ച് കൊണ്ടുവന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം, ഈ വിവരങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞുകൊണ്ട് കോടാനുകോടി രൂപയുടെ നേട്ടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ നോട്ട് നിരോധനം എന്ന് പറയുന്നത്. അതുമാത്രമല്ല അതിൽ സംഭവിച്ചത്, രാഷ്ട്രീയ എതിരാളികളുടെയും മറ്റു രീതിയിലുള്ള എതിരാളികളുടെയും ഒക്കെ സാമ്പത്തികമായ കരുത്ത് തകർത്ത് കളയുന്നതിനും ആ നീക്കത്തിലൂടെ ഈ മോഡിക്കും അമിത്ഷയ്ക്കും സാധിച്ചു. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. തങ്ങളുടെയും കൂട്ടാളികളുടെയും പണം വളരെ രീതിയിൽ രഹസ്യമായ രീതിയിൽ അവരത്
വെളുപ്പിച്ചെടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം എതിരാളികളുടെ പണത്തിൻ്റെ കരുത്ത് പൂർണ്ണമായിട്ടും അതിൻ്റെ വാല്യൂ ഇല്ലാതാക്കുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ ഈ ആളുകളായിരിക്കാം ഒരുപക്ഷെ ട്രംപിനെ പോലുള്ള ആളുകളൊക്കെ ചേർന്ന്, കാരണം അത് എൻ്റെ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷേ ഏതായാലും വലിയൊരു അട്ടിമറി, അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആ ഓഫീസിനെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തക്കാരും കുടുംബക്കാരും ആ തെരഞ്ഞെടുപ്പ് ആ തീരുമാനങ്ങൾക്ക് അനുസൃതമായ ഓഹരിയിൽ നിക്ഷേപിച്ച് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഡോളറിൻ്റെ നേട്ടം കൈവരിക്കുകയാണ്. അവർ മാത്രമല്ല, കൂടെ നിൽക്കുന്ന എലോൺ മസ്കിനെ പോലുള്ള ആളുകൾക്കും വലിയ നേട്ടം കൊയ്യാൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് അമേരിക്കയെ എങ്ങനെയാണ് ഗ്രേറ്റ് ആക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അമേരിക്കക്കാരെ നന്നാക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളെ വരുതിയിൽ നിർത്താൻ വേണ്ടിയൊക്കെ ചെയ്യണം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. ചിലപ്പോൾ ട്രംപ് തിരിവ് കുറയ്ക്കും, ചിലപ്പോൾ വലിയ തോതിൽ തിരിവ് പ്രഖ്യാപിക്കും, ചിലപ്പോൾ മരവിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, ഓഹരി മാർക്കറ്റിൽ. ആ ഫ്ലക്ച്വേഷൻ മുതലെടുത്ത് കോടികളുടെ നേട്ടം ഉണ്ടാക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതിൽ പലതും. ഇനി ഭാവിയിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഈ കള്ളക്കളികളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അതൊരുപക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക്, പ്രത്യാഘാതത്തിലേക്ക് പോകും എന്നുള്ള കാര്യവും തർക്കമറ്റതാണ്.